ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSCയിലേക്ക് സ്വാഗതം. ഓക്കെ, നമ്മുടെ റെയിൽവേയുടെ ഒത്തിരി പേര് സംശയങ്ങൾ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പേടിക്കേണ്ട, എല്ലാവർക്കും വന്നിട്ടുണ്ട്. സിറ്റി നിങ്ങൾ നോക്കുന്ന രീതി ശരിയല്ലാത്തതുകൊണ്ടാണ്. ഡയറക്റ്റ് ആയിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാൻ അറിഞ്ഞൂടാത്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് പറഞ്ഞുതരാം. ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, എക്സാം ഷീറ്റ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ തന്നെ സോണിൽ കയറിക്കുള്ളൂ. റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് തിരുവനന്തപുരം, റെയിൽവേ RRB തിരുവനന്തപുരം എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ എടുത്തിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. അപ്പം റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ട്രിവാൻഡ്രം എന്ന് പറഞ്ഞ് കിട്ടും. അതായത് ജസ്റ്റ് ഗൂഗിൾ എടുക്കുക, അതില് RRB ട്രിവാൻഡ്രം RRB ട്രിവാൻഡ്രം എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് വരും RRB തിരുവനന്തപുരം എന്നും പറഞ്ഞു വരും, ആദ്യത്തെ തന്നെ. ഓക്കെ, അതിൽ RRB തിരുവനന്തപുരം ക്ലിക്ക് ചെയ്യുക. അത് അപ്പൊ ഇങ്ങനെ കിട്ടും. ഇങ്ങനെ കിട്ടുമ്പോഴത്തെ ആദ്യം നിങ്ങളുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു സാധനം വന്ന് കിടക്കും, ഒഫീഷ്യൽ ഇമെയിൽ. അത് റൈറ്റ് സൈഡിൽ കോർണറിൽ കണ്ട ഏറ്റവും ടോപ്പിൽ കണ്ട ഇവിടെ ഒരു ഇൻഡു സൈൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതങ്ങ് പോകും. ഓക്കെ, പോകുമ്പോൾ ഇങ്ങനെ കിട്ടും. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാല് ഓക്കെ, അപ്പൊ നമ്മുടെ ഈ RRB തിരുവനന്തപുരത്തിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കിട്ടി. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നേരെ താഴെ വന്നിട്ട് കണ്ട ഈ കഥകളിക്കാരന്റെ തൊട്ട് താഴെ വന്നിട്ട് ഈ ലേറ്റസ്റ്റ് ന്യൂസ് എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ടോ? ആ ലേറ്റസ്റ്റ് ന്യൂസിന്റെ തൊട്ട് താഴെ കിടക്കുന്നു, സെൻട്രലൈസ്ഡ് 7/2024 മിനിസ്റ്റീരിയൽ ആൻഡ് ഐസൊലേറ്റഡ് കാറ്റഗറീസ് CBT സിറ്റി ഇന്റിമേഷൻ ലിങ്ക് എന്ന് പറഞ്ഞ് കിടക്കുന്നില്ലേ? ഈ കിടക്കുന്ന സാധനമില്ലേ ലേറ്റസ്റ്റ് ന്യൂസ്? ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ക്ലിക്ക് ഡീറ്റെയിൽസ്. അപ്പോൾ ഈ ഒരു പേജ് കിട്ടും. ഈ ഒരു പേജ് വന്ന് കണ്ടോ? ഈ ഒരു പേജ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇതില് നിങ്ങളുടെ രജിസ്റ്റർ, നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമില് നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെ ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ. ഓക്കെ, അത് നമ്മുടെ ഒഫീഷ്യൽ സൈറ്റിൽ കയറി എടുക്കാം. ആപ്ലിക്കേഷൻ കയ്യിലില്ലെങ്കിൽ ആ ഒഫീഷ്യൽ സൈറ്റിൽ കയറി ആപ്ലിക്കേഷൻ എടുക്കുക. എന്നിട്ട് അതിൽ ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ട്. ഞാനിവിടെ ഒരു ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുകയാണ്, നമ്മുടെ ഒരു ഉദ്യോഗാർത്ഥികളുടെ തന്നെ G72 22 41 88 111. ഇനി ഡേറ്റ് ഓഫ് ബർത്തും കൊടുക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഡേറ്റ് ഓഫ് ബർത്തും കൊടുക്കുകയാണ്. ഒരു കൺഫ്യൂഷൻ വേണം. അതിനുശേഷം ഈ ലെറ്റർ ഇവിടെ ടൈപ്പ് കൊടുക്കുക, 71 68 85. ഓക്കെ, എന്നിട്ട് ലോഗിൻ കൊടുക്കുക. ഇപ്പം കോഡ് എറർ കാണിച്ചു, റീസൺ ഫെയിലിയർ, ഇൻകറക്റ്റ് ലോഗിൻ URL. ഇൻകറക്റ്റ് ലോഗിൻ URL ആണ് കാണിച്ചിരിക്കുന്നത്. നമുക്ക് ഒന്നും കൂടി ചെക്ക് ചെയ്യാം. അത് നെറ്റ്വർക്ക് എറർ എന്തോ കാര്യമാണ്. നമുക്ക് ഒന്നും കൂടി ചെക്ക് ചെയ്യാം. ഒന്നുകൂടി നോക്കാം. G72 41 88 111 72 41 88 511 41 88 511 82. ഓക്കെ, അത് കൊടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ കിട്ടും. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് വരും. ആ പേജിൽ കാൻഡിഡേറ്റ് ഡീറ്റെയിൽസ് കിടപ്പുണ്ട്. ഇവിടെ അയാളുടെ പേരും ഡീറ്റെയിൽസും എല്ലാം കിടപ്പുണ്ട്. അതിനുശേഷം രണ്ടാമത്തെ ഓപ്ഷൻ പോസ്റ്റ് അപ്ലൈഡ് എന്ന് പറഞ്ഞ് നോക്കുക. ആ പോസ്റ്റ് അപ്ലൈഡിൽ കയറുക. ആ പോസ്റ്റ് അപ്ലൈഡ് കയറുമ്പോൾ അയാളുടെ അപേക്ഷിച്ച ആ പോസ്റ്റ് 2 അവിടെ കിടപ്പുണ്ട്. ഒന്നാമത്തെ PRT പ്രൈമറി ടീച്ചർ റെയിൽവേ. അതിൽ വ്യൂവിൽ ക്ലിക്ക് ചെയ്യുക. വ്യൂവിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽസ് വന്നുണ്ടോ? അശ്വതി M, ഫീമെയിൽ. അയാളുടെ എക്സാം സിറ്റി കൊല്ലം, ടെസ്റ്റ് സെന്റർ സ്റ്റേറ്റ് കേരള, എക്സാം ഡേറ്റ് 11 സെപ്റ്റംബർ 2025, ഷിഫ്റ്റ് 1. ആ ഷിഫ്റ്റ് ഡീറ്റെയിൽസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഷിഫ്റ്റ് 1 എന്ന് പറയുന്നത് റിപ്പോർട്ടിംഗ് ടൈം 7:30 AM, ഗേറ്റ് ക്ലോഷർ ടൈം 8:30 AM, എക്സാം സ്റ്റാർട്ട് ടൈം 9 AM. അങ്ങനെ 3 ഷിഫ്റ്റ് ആണ്. 7:30 AM, 11:15 AM, 3 PM. ഓക്കെ, അപ്പൊ ഇയാളുടെ ഷിഫ്റ്റ് 1 ഇനി അടുത്ത രണ്ടാമത്തെ റൈറ്റ് സൈഡിൽ ടോപ്പിൽ മുകളിൽ ക്ലോസ് കൊടുക്കുക. ആ ക്ലോസിൽ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത അയാളുടെ രണ്ടാമത്തെ പോസ്റ്റ് നോക്കുക. നോക്കണ്ട, രണ്ടാമത്തെ പോസ്റ്റ് നോക്കുമ്പോഴത്തേക്ക് രണ്ടാമത്തതും കൊല്ലമാണ് സിറ്റി. ഡേറ്റ് ഓഫ് എക്സാം 10th തന്നെയാണ്. ഷിഫ്റ്റ് 1 തന്നെയാണ്. ഓക്കെ,
ഓക്കെ, അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് ആ ഒരു ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങളുടെ എക്സാം സെന്ററും ഡീറ്റെയിൽസും എല്ലാം കണ്ടുപിടിക്കുന്ന ഈ ഒരു രീതിയിലാണ്. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. RRB റെയിൽവേ അതിൽ കയറുക, റെയിൽവേ തിരുവനന്തപുരം സൈറ്റിൽ കയറുക, സെൻട്രലൈസ്ഡ് 7/2024 അതായത് ലേറ്റസ്റ്റ് ന്യൂസ് ഇവിടെ കൊടുക്കുക, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന പേജിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, ഈ നമ്പർ താഴെ കൊടുക്കുക, ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു പേജ് കിട്ടും. ഇങ്ങനൊരു പേജ് വരും. നിങ്ങളുടെ പേരും നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും പേരും അച്ഛന്റെ പേരും നിങ്ങളുടെ ജെൻഡറും നിങ്ങളുടെ കമ്മ്യൂണിറ്റിയും ബേസ് ചെയ്തിട്ടുള്ള ഒരു പേജ് വരും. അതിന്റെ രണ്ടാമത്തെ ഓപ്ഷൻ പോസ്റ്റ് അപ്ലൈഡ് കൊടുക്കുക. പോസ്റ്റ് അപ്ലൈഡ് നിങ്ങൾക്ക് വ്യൂ ചെയ്യാം. ഏത് പോസ്റ്റിലാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് വ്യൂ ചെയ്ത് നോക്കാം. എക്സാം സെന്റർ എവിടെയാണ് സിറ്റ് ചെയ്താണെന്നുള്ളത് വ്യൂ ചെയ്ത് നോക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു ആൾ.